ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റും കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളൊരു പൊടിക്കൈയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 200 ഗ്രാം വെണ്ടയ്ക്കയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് എടുത്തേക്കണത്. ആദ്യം ഇതിൻ്റെ 2 വശവും മുറിച്ച് മാറ്റാം. ഇനി നമുക്കിത് കീറിയിട്ട് ഇതിൻ്റെ അകത്തുനിന്നുള്ള അരിയൊക്കെ എടുത്ത് കളയണം. അതുപോലെ തന്നെ നേരത്തെ തന്നെ കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചേക്കണതാണ്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിനകത്ത് ഇരിക്കരുത്. ഇങ്ങനെ നമുക്ക് അരി ഇത് കണ്ടോ, ഇതെടുത്ത് കളയണം. ഇതുപോലെ ആക്കി എടുക്കണം നമുക്കിത്. ഇതിൻ്റെ അകത്തുനിന്ന് അരിയൊക്കെ കളഞ്ഞ് ഇനി ഇത് കീറി എടുക്കണം. എന്നിട്ട് ഒരു 3-4 കഷ്ണങ്ങളാക്കണം. അടുത്തതായിട്ട് 1/2 കപ്പ് കടലമാവ് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കാം. കോൺഫ്ലവർ ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് വെണ്ടയ്ക്ക ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം അരിപ്പൊടി ചേർത്താലും മതി. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ പൊടിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് വന്നെ. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ നനവ് ഉണ്ടാവുമല്ലോ. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം തളിച്ച് കൊടുക്കാം, ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്, പയ്യെ തളിച്ച് കൊടുക്കുക പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടി ഒത്തിരി കുഴഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് വെള്ളം തളിച്ച് കൊടുക്കണത്. ഇതിപ്പോൾ ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. ഒരു പാത്രം ചൂടാക്കി വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായോ എന്നൊന്ന് നോക്കാം. ഈ വന്നു തുടങ്ങി. ഒട്ടിപ്പിടിക്കാണ്ട് ഓരോന്ന് വേണം കേട്ടോ ഇടാൻ, അല്ലെങ്കിൽ ഇത് ഒന്നിച്ച് കൂടിപ്പോവും. പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൽ പിടിച്ചിരിക്കണതെല്ലാം വിട്ട് പോവും. അപ്പോൾ അതൊന്നങ്ങ് മുറുകി കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണ്ടോ, വെണ്ടയ്ക്ക നല്ല കിലുകിലൂന്നായിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരെണ്ണം ഒടിച്ചും കൂടെ കാണിക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം.